ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രണവ്. നമ്മളിന്ന് അൺബോക്സിങ് വീഡിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണേ. അപ്പൊ അൺബോക്സിങ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ട് പറയാം. അത് ഞാൻ ഈ ബോക്സ് അൺബോക്സിങ് ചെയ്യുന്ന സമയത്തിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വെറുതെ ഞെക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോണത്. അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കുറെ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. സാധനമാണ് ഇതിന്റെ എന്ത് ചാർജറൊക്കെ ഇത് ചാർജ് ചെയ്യാൻ പറയുന്ന സാധനമാണ് ഗൈസ്. സൂപ്പറാണ് ഗൈസ്. ഇതിന്റെ മാനുവലൊക്കെ ഇവിടെ ഉണ്ട്. ഏതോ ചൈനീസ് പ്രൊഡക്റ്റ് എങ്ങാണ്ടാണ്. ചൈനീസ് അക്കോറിയനാണ്. ഇവിടെ മാനുവലൊക്കെ ഉണ്ട്. എന്താ സാധനം? ജോയ്സ്റ്റിക്. ടിവിയിലും കളിക്കാൻ പറ്റും, ഫോണില്, അങ്ങനെ എല്ലാ സാധനത്തിലും ഇത് കളിക്കാൻ പറ്റും ഗൈസ്. സെറ്റ് സാധനമാണ്. സെറ്റ് സാധനം. ഇങ്ങനെ കൊറേ ബട്ടൺസ്, 14 ബട്ടൺസ് ഉണ്ട് ഇതില്. 14 ബട്ടൺസ്. ഇത് ആമസോണിൽ നിന്ന്, ഇത് ഡൽഹി അങ്ങാണ്ടാണ്. അപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി കുട്ടികളെ കളിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. വൈകുന്നേരം ഒരിത്തിരി നേരം മാത്രമേ അവർക്ക് പുറത്ത് കളിക്കാൻ പറ്റുള്ളൂ. അത് കൂടാണ്ട് ഇവിടെ നമ്മളിപ്പോൾ എത്രയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് കുറച്ച് വേറെ ഗെയിംസൊക്കെ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇത്തിരി മൈൻഡിൽ നല്ല നല്ല ഗെയിംസൊക്കെ ചെയ്യിപ്പിക്കാം എന്നുള്ള പോലെ ചെയ്താലും അവർക്ക് ടെൻഡൻസി ഏറ്റവും കൂടുതൽ ടിവിയുടെ മുന്നിലേക്ക് പോരുക. ഗെയിം കളിക്കാൻ എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുണ്ടാവുമല്ലോ. പക്ഷെ PS5 PS4 പോലത്തെ വലിയ സംഭവങ്ങൾ മേടിച്ച് വെറുതെ കാശ് കളയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ വെച്ചാൽ വെറുതെ 2 മാസത്തേക്ക് വേണ്ടിയിട്ടും ആയിട്ട്. അപ്പം ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ ജോയ്സ്റ്റിക്ക് അല്ലേ, കുട്ടികൾ ഇവരും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, അമ്മ എനിക്ക് ജോയ്സ്റ്റിക്ക് മേടിച്ചു തരും, ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും എന്നാൽ ടി വിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഫോണിൽ എന്തായാലും കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് കളിക്കാം എന്നുള്ളൊരു സജഷൻ എനിക്ക് കുഴപ്പമില്ല തോന്നി. സമയം എന്തായാലും ടി വിയുടെ മുന്നിൽ ഇരിക്കും. എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും കുറച്ച് നേരം എന്തായാലും ടി വിയുടെ മുന്നിൽ ഇരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ജോയ്സ്റ്റിക്ക്. ഞാൻ വാങ്ങിയത് X3 എന്ന് പറഞ്ഞ കമ്പനിയുടെ വയർലെസ് ജോയ്സ്റ്റിക്ക്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ജോയ്സ്റ്റിക്കുകളും ചാർജ് ചെയ്യാനുള്ള ചാർജറും 2 ജോയ്സ്റ്റിക്കും ചാർജ് ചെയ്യാനുള്ള ചാർജറും നമ്മുടെ സി ടൈപ്പ് ചാർജർ പോലത്തെ ചാർജറാണ്. അത് കൂടാണ്ട് നമുക്ക് മൊബൈലിൽ വെച്ചിട്ട് പ്ലേ ചെയ്യാനുള്ള സജ്ജീകരണമുണ്ട്. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടി വി മാത്രമേ ചെയ്യുള്ളൂ. മൊബൈലിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മൊബൈലിൽ വയ്ക്കാനുള്ള സ്റ്റാൻഡാണത്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളൊന്നുമില്ല. ഈ ചാർജർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് ബാറ്ററി ഒന്നും വേണ്ട, ചാർജ് ചെയ്യാം. ഇത് ഒരെണ്ണത്തിന് 850 രൂപ. അപ്പോൾ ഇതൊരു കോംബോ. എന്താ വെച്ചാൽ 2 പേരുണ്ടല്ലോ, ഒരാൾക്ക് കിട്ടിയ ഉറപ്പായിട്ടും അടുത്ത ആൾ ബഹളമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം ഒന്നിച്ചാണ് വാങ്ങിയത്. ഒരു കോംബോ ആയിട്ടുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമ്മൾ ഇതിൻ്റെ ബട്ടണുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അത് എന്നെക്കാളും നന്നായിട്ട് ഇവർക്ക് തന്നെയാണ് അതിൻ്റെ കൂടുതൽ ആക്സിലറേറ്റർ ഏതാ, ബ്രേക്ക് ഏതാ, ലെഫ്റ്റ് ഏതാ, റൈറ്റ് ഏതാന്നൊക്കെ അറിയണത്. ഈ എല്ലാ ഗെയിംസിനും ഇതിൻ്റെ ആക്സിലറേറ്ററും ബ്രേക്കും ലെഫ്റ്റും റൈറ്റും ഒക്കെ സെയിം ആയിരിക്കും? എല്ലാ ഗെയിംസിനും ആക്സിലറേറ്റർ സെയിം ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് മുകളിലേക്ക് ആക്കണമായിരിക്കും, ചിലപ്പോൾ ഇത് ആക്സിലറേറ്റർ, ചിലപ്പോൾ വേറെ ഇതായിരിക്കും, ചിലപ്പോൾ ഇത് ആക്സിലറേറ്റർ, അങ്ങനെ ക്ലച്ച്, ബ്രേക്ക്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? ഗെയിമിന്റെ ഫ്രണ്ടിൽ ഇൻസ്ട്രക്ഷൻസ് ഗെയിം ഫസ്റ്റ് തുറക്കുമ്പോ തന്നെ ഇതിൽ ആക്സിലറേറ്റർ ഏതാ, ബ്രേക്ക് ഏതാ, ലെഫ്റ്റ് റൈറ്റ് ഏതാ ഒക്കെ അങ്ങനെ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഓരോ ഗെയിമിനും ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ ബട്ടൺ, ഞാനിങ്ങനെ ചോദിച്ചിരുന്നു അവനോട്, അപ്പൊ ഈ ബട്ടണുകളൊക്കെ എങ്ങനെയാന്നൊക്കെ. എന്ന് വെച്ചാൽ ഇവര് വന്ന വഴിക്ക് തന്നെ കളി തുടങ്ങി, നമ്മളൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആക്സിലറേറ്റർ ഏതാ. അപ്പൊ ഓരോ ഗെയിമിനും അതിന്റെ ഫ്രണ്ടിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആക്സിലറേറ്റർ A ആണോ B ആണോ അങ്ങനെ, അല്ലാതെ ഈ ബട്ടണുകളാണോ, ഇവിടെ പിന്നിൽ ബട്ടണുകളുണ്ട്, അതെന്തോ ഫയർ ഷൂട്ടിനൊക്കെ ചിലതിന് ഉപയോഗിക്കാം, ചിലതിൽ ആക്സിലറേറ്റർ ആണ്. അങ്ങനെ പല ഗെയിമുകൾക്കും പല രീതിയിലുള്ള ഇതാണ് കേട്ടോ. പക്ഷെ സെയിം സാധനം ആയിരിക്കും, ബട്ടൺസ് ഒക്കെ സെയിം തന്നെയായിരിക്കും എല്ലാത്തിനും. പക്ഷെ ബട്ടൺസ് ഒക്കെ സെയിം തന്നെയായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേ ടൈപ്പിൽ അവർ കാണിച്ചു തരും, ഏതിനൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരും. അതുകൊണ്ട് അതും പ്രശ്നമില്ല, നമുക്ക് കളിക്കാം. ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഒരു സ്മാർട്ട് TV അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ടിവിയുടെ ഹോം പേജ്.
ആ ഹോം പേജിൽ നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ ഇതേ നമുക്ക് റിമോട്ട് ആൻഡ് ആക്സസറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ആക്സസറീസ് വരും. അപ്പോൾ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഗെയിം പാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ആക്സസറീസിൽ ഉള്ള പേരാണ്. ആഡ് ആക്സസറീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പേരാണ് കേട്ടോ, ഗെയിം പാഡ് പ്ലസ് V3. ഇനി നമ്മൾ അതെങ്ങനെയാണ് പെയർ ചെയ്യണം ആദ്യം. ഇതിപ്പോൾ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം, അതാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കണേ. നമ്മൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഈ റെഡ് ലൈറ്റ് 1-ലായിരിക്കും. നമ്മൾ ടിവിയിലേക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോമും എക്സും ഒരുമിച്ച് ഞെക്കി പിടിക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് പെയർ ആവും. ഹോമും ഈ എക്സും നമ്മൾ ഒന്നിച്ച് ഞെക്കി പിടിച്ചാലാണ് നമ്മുടെ ടിവിയും ഈ ഗെയിം പാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് വരുന്നത്. അതും തമ്മിൽ പെയർ ആവുള്ളൂ. അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് ആദ്യം കാണിക്കും. അതിനുശേഷം ലാസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞ് വരും. അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഗെയിം പാഡ് പ്ലസ് V3 കണക്റ്റഡ്. ഇതിപ്പോ കൺട്രോൾ നമ്മുടെ ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത അടുത്ത ജോയ്സ്റ്റിക്കും എടുത്തിട്ട് നമ്മൾ സൈമൾട്ടേനിയസ്ലി പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കണക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 2 എണ്ണം ഗെയിം പാഡ് പ്ലസ് 3 കണക്റ്റഡ് ആൻഡ് ഗെയിം പാഡ് പ്ലസ് 3 കണക്റ്റഡ് എന്ന് പറയുന്നത് 2. ഇത് കണക്ട് ആയിട്ടില്ല ബിക്കോസ് അത് ഓഫാണ്. ആ ഗെയിം പാഡ് ഓഫാണ്, അതുകൊണ്ട് കണക്ട് ആയിട്ടില്ല. ഇത് ഓൺ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. ഓക്കെ, രണ്ടും കണക്റ്റഡ് ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. 2 പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. അത് രണ്ടും കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഗെയിം പാഡ് പ്ലസ് V3 കണക്റ്റഡ്, ഗെയിം പാഡ് പ്ലസ് 3 കണക്റ്റഡ്. ഇത് നമ്മുടെ ടിവിയുടെ റിമോട്ട് കണക്ട് ചെയ്തേക്കണതാണ്. അതാണ് അതും കാണുന്നത്. അപ്പൊ ഈ 3ഉം വെച്ച് നമുക്ക് അങ്ങോട്ട് ഇപ്പൊ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. മുകളിലേക്ക് ആക്കുമ്പോൾ താഴേക്ക് ആക്കുമ്പോഴൊക്കെ മാറുന്ന കാണാം. ഇപ്പൊ റിമോട്ട് എങ്ങനെയാണോ കൺട്രോൾ ആവണം അതേപോലെ തന്നെ നമുക്ക് ജോയ്സ്റ്റിക്കും കൺട്രോൾ ആവാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകും. ഇപ്പൊ ഫുൾ കൺട്രോൾ നമ്മുടെ ജോയ്സ്റ്റിക്കിലാണ്. ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പൊ പ്രണവ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ യൂട്യൂബ് എടുക്കാം, എല്ലാം എടുക്കാം ജോയ്സ്റ്റിക്ക് വെച്ചിട്ട്. അതല്ലേ, നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോ കുറെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗൂഗിളിൽ പോകും, പിന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇപ്പൊ ഇവിടെ മുകളിൽ കണ്ട സെർച്ച് ആപ്സ് ഗെയിംസ്. അപ്പൊ അതിൽ ഗെയിംസിൽ പോകണം. അപ്പൊ കൊറേ ഗെയിംസ് ഉണ്ട് നമുക്ക്. നമ്മുടെ കൊറേ ഗെയിംസ് ഇതിൽ ഇപ്പൊ നമ്മള് ഈ ഒരു ഗെയിമാണ് ഇൻസ്റ്റാളിങ് ആണെങ്കിൽ ഇത് ഞെക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്റർ ആണ്. ഓക്കെ ഓക്കെ, എന്റർ ഞെക്കുമ്പോ ഇത് റെഡ് ബോൾ 4 അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ഞെക്കുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ ജോയ്സ്റ്റിക്കിൽ ഞെക്കാം. അതല്ലാച്ചാൽ നമ്മൾ റിമോട്ടിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വച്ചതിന് ശേഷം ജോയ്സ്റ്റിക്കിൽ പ്ലേ ചെയ്യാനും പറ്റും. ഇത് ജോയ്സ്റ്റിക്കിൽ ബാക്ക് അടിക്കണമെങ്കിൽ ബി അതാണ് ബാക്ക് അടിക്കണമെങ്കിൽ ബി ഞെക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ ഹോം പേജ് വന്നു. നമുക്ക് അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് റിമോട്ടിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. റിമോട്ട് വെച്ചിട്ട് നമ്മൾ നോർമലി ഇൻസ്റ്റാൾ ചെയ്യണ പോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ജോയ്സ്റ്റിക്ക് വെച്ച് കളിക്കാം. അപ്പോൾ ഓരോ കളിയുടെ ഫ്രണ്ടിൽ അവർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ബട്ടൺ ഉപയോഗിക്കേണ്ടതെന്ന് അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ഗെയിം കളിക്കാം. പ്രണവ് വ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസിനായി ശ്രീ പ്രണവ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.